ഗൈസ്, ഈ ഒരു ട്രഡീഷണൽ ഐറ്റം എനിക്ക് ഇഷ്ടമാണ്. ഒരു പഴമയുടെ രുചി നമ്മളെല്ലാവരും ഉണ്ടാക്കാൻ എപ്പോഴും മറന്നു പോകുന്നൊരു ഐറ്റം. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് എത്ര ഇലട വേണമെന്ന് വെച്ചാലേ അതിനാവശ്യത്തിനുള്ള തേങ്ങ ചിരകിയെടുത്തോളൂ കേട്ടോ. എന്നിട്ടേ അതിലേക്ക് കുറച്ച് ശർക്കര ഗ്രേറ്റ് ചെയ്തോ പൊടിച്ചോ എങ്ങനെ വേണേലും ചേർത്തെടുത്തോ. ശർക്കര അല്പേ കൂടുതലായിട്ട് തന്നെ നിന്നോട്ടെ. ശർക്കര ആവുകൊണ്ട് കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. ഇനി നിങ്ങൾക്ക് കുറച്ച് മധുരം മതിയെങ്കിൽ കുറച്ചിട്ടെടുത്തോ, നോ പ്രോബ്ലം. പിന്നെ ഏലക്കപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്തെടുത്തോളൂ, അല്ലെങ്കിൽ ഇതുപോലെ കുത്തിയെടുത്ത് ചേർത്തെടുത്തു. നല്ല സ്വാദും നല്ലൊരു മണവും ലഭിക്കാനേ ഒരല്പം നെയ്യും കൂടെ ആവാം. പിന്നെ എല്ലാം കൂടെ നല്ലോണം മിക്സ് ആക്കിയിട്ട് അവിടെ വെച്ചോ. മിക്സ് ആക്കുന്നുണ്ടെങ്കിലേ കുറച്ചെടുത്തൊന്ന് കഴിച്ചു നോക്ക്. ഇതന്നെ കഴിക്കാനേ അടിപൊളി ടേസ്റ്റ് ആണെന്നേ. ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് അരിപ്പൊടി എടുക്കുക, നിങ്ങൾക്ക് ആവശ്യമുള്ള എടുക്കുക. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, ചൂടുള്ള വെള്ളം ഒഴിക്കുക, മിക്സ് ചെയ്യുക, കുറച്ച് നെയ്യ് ചേർത്തെടുക്കുക. എന്നിട്ട് നല്ല പോലെ കുഴച്ചങ്ങോട്ട് എടുത്തോളൂ. മാവേ ഒരല്പം വെള്ളത്തോട് കൂടി തന്നെ കുഴച്ചെടുത്തോളൂ കേട്ടോ. ടൈറ്റായി പോയാലേ പരത്തിയെടുക്കാനൊരു ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ഒരു ഇല വെച്ചെടുക്കുക, അതിലേക്ക് ഒരു ഉരുള മാവ് വെക്കുക. എന്നിട്ടേ വീണ്ടും അതിന് മുകളിൽ ഒരില വെച്ചെടുത്തിട്ട് ഇങ്ങനെ ഒരു പാത്രം എടുത്തിട്ട് ഇങ്ങനെ പരത്തി വെക്കൂ. പെട്ടെന്നൊരു പരിപാടി. ശരിക്കും അങ്ങോട്ട് പരന്നു തന്നില്ല, അപ്പം ഞാൻ വീണ്ടും ഒന്നുകൂടെ പരത്തി കൊടുത്തു. ഒറ്റ ട്രൈയിൽ ശരിയാവണം എന്നില്ലല്ലോ അല്ലേ. ഇനി നെക്സ്റ്റ് ഫില്ലിങ് ചെയ്തെടുത്തോളൂ. ഇതിലേക്ക് വാരി കോരിയൊന്നും ഇടാൻ നിൽക്കണ്ട, ആവശ്യത്തിന് ഫില്ലിങ് ചെയ്തെടുക്കുക, പ്രസ് ചെയ്തെടുക്കുക. എന്നിട്ടേ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അടയെല്ലാം എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് അടുക്കടുക്കായി വെച്ചിട്ട് ആവിയേറ്റി എടുത്തിടും. ഒരു 10 മിനിറ്റ് സമയം വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഒരു 10 മിനിറ്റിന് ശേഷം ഇലയടകൾ ഇതിൽ നിന്ന് ഞങ്ങളെ എടുത്തു കൊണ്ടുപോകൂ എന്ന് പറഞ്ഞുകൊണ്ട് റെഡി ആയിരിക്കുന്നു ഗൈസ്. ആ ചൂടിൽ തന്നെ ഞാൻ ഒരെണ്ണം എടുത്തിട്ടാണ്ട് തുറന്നു നോക്കി. വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ശ്രദ്ധിച്ചത് എൻ്റെ മോൻ്റെ നോയ്സാണ് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത്. സോറി ഗൈസ്. അപ്പം മധുര പലഹാരം ഉണ്ടാക്കാൻ നിൽക്കുമ്പോഴേ നമ്മുടെ ഈ ട്രഡീഷണൽ ഐറ്റം മറക്കണ്ട. അപ്പോൾ ഓക്കെ ഗൈസ്, അണ്ടിൽ ദെൻ സീ യു സൂൺ നെക്സ്റ്റ് വീഡിയോ.